ഹായ് ഗായ്സ്, ഇന്ന് ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ പോവാണ്. റെസ്റ്റോറൻറ്റ് എന്ന് പറയുമ്പോൾ മലയാളി റെസ്റ്റോറൻ്റ് അല്ല കേട്ടോ. നമ്മൾ മലയാളീസിൻ്റെ റെസ്റ്റോറൻറ്റിൽ ഒത്തിരി എപ്പോഴും പോകുന്നതാണ്. അപ്പം ഒരു വെറൈറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഷെഫാണ്. അപ്പം ഷെഫ് ആയതുകൊണ്ട് തന്നെ കുറേ വെറൈറ്റീസ് ഞങ്ങൾ ട്രൈ ചെയ്യാറുണ്ട്. കാരണം പുള്ളിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാം. എനിക്ക് വലിയ ധാരണയൊന്നുമില്ല. എനിക്ക് എന്ത് തന്നാലും ഞാൻ കഴിക്കും. അതെൻ്റെ മുഖത്ത് കാണാനുണ്ടാകുന്നു എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇന്ന് കഴിക്കാൻ പോകുന്ന ഫുഡ് എന്ന് പറയുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്പെഷ്യാലിറ്റി ഉള്ള ഒരു റെസ്റ്റോറൻ്റാണ്. മെയിൻലി എൻ്റെ അറിവ് വെച്ച് ഞാൻ പറയാം, ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്പെഷ്യാലിറ്റി ഉള്ള റെസ്റ്റോറൻ്റാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ടൈമിലല്ല പോകുന്നത്. ഇപ്പം നമ്മൾ ഏകദേശം ഇപ്പോൾ ഇവിടെ എത്ര മണി 4:30 ആയിട്ടുണ്ട്. നമ്മൾ ഫ്രൈഡേ ആയതുകൊണ്ട് ലേറ്റായിട്ട് എഴുന്നേറ്റ്, പിന്നെ ഐവിന് ക്ലാസ് ഉണ്ടായിരുന്നു, കാറ്റഗിസം. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ ഈ സമയമായി. അപ്പോൾ നമുക്ക് രാവിലെ നമ്മൾ തട്ടിക്കൂട്ടി ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമ്മൾ കഴിച്ചു. ഇപ്പം ഞങ്ങൾ കഴിക്കാൻ പോകുന്നത് ഈ പറയുന്ന റെസ്റ്റോറൻ്റാണ്. നല്ല വെറൈറ്റി ഫുഡാണ്. എനിക്ക് എപ്പോഴും കഴിക്കാൻ ഇഷ്ടമുള്ളൊരു റെസ്റ്റോറൻ്റാണ്. അപ്പോൾ നമ്മളിന്ന് പോകുന്ന റെസ്റ്റോറൻറ്റിൻ്റെ പേരെന്താണ്? ലേസി ക്യാറ്റ്. ആരും മറക്കല്ലേ, ലേസി ക്യാറ്റ്. ഓക്കെ, പിള്ളേർക്ക് പറ്റിയ ഒത്തിരി നല്ല ഡിഷസ് ഉണ്ട്. അവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റിയാണ് പാൻ കേക്ക്. അത് വെറൈറ്റി സംഭവമാണ്. അത് ജാപ്പനീസ് പാൻ കേക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫ്ലഫി ആയിട്ടുള്ളതൊക്കെ. അതൊക്കെ ഇപ്പോൾ കാണിച്ചു തരാം അവിടെ ചെല്ലുമ്പോൾ. അപ്പോൾ അതൊക്കെ എല്ലാവരും പോയി ട്രൈ ചെയ്യണം, മസ്റ്റ് ട്രൈ ചെയ്യണം. ഞങ്ങൾ സാൽമിയ എന്ന സ്ഥലത്താണ് കുവൈറ്റിൽ താമസിക്കുന്നത്. കുവൈറ്റിൽ താമസിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ അഡ്രസ്സ് പറയുന്നത്. അപ്പം സാൽമിയയിൽ നിന്ന് പോകുന്നവർക്ക് സാൽമിയയിൽ നിന്ന് മുറൂജ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ പറയുന്ന റെസ്റ്റോറൻറ്റ്. അതെ, അവിടെ വേറെ കുറേ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്, ഇത് മാത്രമല്ല. പക്ഷേ ഇവിടെ നിങ്ങൾ ആരായാലും കുവൈറ്റിലുള്ളവർ ഇവിടെ പോകണമെന്ന് ഞാൻ പറയും. ഞാൻ റെക്കമെൻഡ് ചെയ്യും. കാരണം അത്രയ്ക്കും വെറൈറ്റീസ് ഉണ്ട്. നിങ്ങൾ കൂടുതൽ പോവുകയാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ടൈം പോയി 7:30 മുതൽ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കോൺസെപ്റ്റ് ആണ്. അപ്പോൾ ഈവനിങ് ലഞ്ച് കഴിയുമ്പോഴത്തേനും നമുക്ക് ഏകദേശം ബ്രേക്ക്ഫാസ്റ്റിന് 1-2 ഐറ്റംസ് മാറിയിട്ട് 1-2 ഐറ്റംസ് ആഡ് ചെയ്യും. പക്ഷേ എന്നാലും ത്രൂ ഔട്ട് ഡേ ഫുള്ള് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാവുന്ന ഒരു കോൺസെപ്റ്റാണിത് ലേസി ക്യാറ്റ് എന്ന് പറയും. അതായത് ലേസി ക്യാറ്റിൻ്റെ അർത്ഥം തന്നെ, അതായത് ലേസി ആയിട്ട് രാവിലെ എഴുന്നേൽക്കുന്നവർക്ക് എപ്പോൾ വേണമെങ്കിലും പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. മനസ്സിലല്ലേ? അവിടുത്തെ ഒരു ജാപ്പനീസ് പാൻ കേക്ക് ഒക്കെ ഉണ്ട്, നമ്മൾ അവിടെ പോകുമ്പോൾ കാണാം. അപ്പോൾ ലേസി ആയിട്ടുള്ളവർക്ക് പോകാൻ പറ്റിയ റെസ്റ്റോറൻറ്റ് ആണെന്നാണ് ഷെഫ് പറയുന്നത്. ഇവിടെ നെക്സ്റ്റ് വീക്ക് ഹല ഫെബ്രുവരിയാണ്. കുവൈറ്റിലെ ഒരു വലിയ ഫെസ്റ്റിവലാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഡെക്കറേഷൻസും ഒക്കെ നമുക്കിവിടെ റോഡിലൊക്കെ കാണാം. ഇതൊരു പാസേജാണ്. ഇവിടെ മുഴുവൻ റെസ്റ്റോറൻറ്റ്സ് ആണ് കൂടുതൽ. അപ്പോൾ നമുക്കിവിടെ നോക്കുമ്പോൾ ഒത്തിരി റെസ്റ്റോറൻറ്റ്സ് കാണാൻ പറ്റും. നമുക്ക് ഏത് റെസ്റ്റോറൻറ്റ് വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളത് കയറാം. അതുപോലെ ഓപ്ഷൻസ് ഉണ്ട്. So you get only in Kuwait, Yeah. here only, Yeah, in in this Kuwait. store? You can see this made in Kuwait. Yeah. Material is cotton, right? Yeah. Dry wash? We should wash in dry wash or what? You can, but يعني not dry with machine. Dry in outside. Hala February special or what? Yeah. Yes? Yes. Because this one in the shop not 25, 29, 30. Yeah. This event here tomorrow.
for body care also? Skin care? No other problem. അല്ല ആ ഒരു സ്പ്രേ കൂടെ എടുത്തോ. All over. This is the one. Can you spray this one? Yes. Okay. This to. All 15. This one, 5 kg. This one 5 kg. Yeah. I think this is ഇതിന് 5 kg ആണ്. 5 kg. അത് കൊള്ളാലോ. രസമുണ്ട്. Looks good. See here, we have perfume. So cute, so good. We're a local brand. Okay. These are our own manufacturers. Okay. ഇത് ഈ ജേഴ്സി എന്താണെന്നറിയോ, ഇത് 1982 കുവൈറ്റ് ആദ്യമായിട്ട് വേൾഡ് കപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തപ്പം ഉണ്ടായിരുന്ന ജേഴ്സി ഇത്. എടാ യു ലൈക്ക് ഇറ്റ് റൈറ്റ്? Americano coffee, Brazil, okay? If you want to try, okay? Same. We can use it with milk also? No. Yeah, We can mix it with milk. yeah, That also fine, right? yeah, yeah. Okay, thank you.
ഇതാണ് ഇവിടുത്തെ ബില്ല്. ഇതിപ്പോൾ നോക്കുമ്പോൾ ജാപ്പനീസ് പാൻ കേക്ക് 3.75 കടിയാണ് വരുന്നത്. നമ്മളിപ്പോൾ 3 പ്ലേറ്റ് മേടിച്ചായിരുന്നു. ഇതിപ്പോൾ നമുക്ക് ഒരു പാൻ കേക്ക് ഒരാൾക്ക് നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പം പിന്നെ ഒരു ബർഗർ ഒക്കെ നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ 3.5 2.75 ആ റേഞ്ചിലൊക്കെ വരും.